ഹായ് വെൽക്കം ടു ഹഹ ആശാസ് ലൈഫ്. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലേ? അതെ, നെഗറ്റീവ് ചിന്തയുള്ള ആൾക്കാരെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ജീവിതത്തിൽ സമാധാനം കെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും തളർത്തുന്ന വ്യക്തികളെ തിരിച്ചറിയാൻ കഴിയുന്നത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ? അതെ, നെഗറ്റീവ് ചിന്തയുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. കോൺസ്റ്റൻറ്റ് കംപ്ലൈനേഴ്സ്, എപ്പോഴും പരാതി പറയുന്നവർ, ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും കുറ്റം മാത്രം കാണുന്നവരായിരിക്കും ഇവർ. ഭക്ഷണമായാലും ജോലിയായാലും അല്ലെങ്കിൽ കാലാവസ്ഥയിലായാലും ഇവർക്ക് സന്തോഷിക്കാൻ ഒന്നും ഉണ്ടാകില്ല. ഇവരുടെ കൂടെ ഇരുന്നാൽ നമ്മളുടെ പോസിറ്റീവ് എനർജിയും നഷ്ടപ്പെടും. സെക്കൻഡ് പോയിൻ്റ്, ക്രിട്ടിസൈസേഴ്സ്, മറ്റുള്ളവരെ താഴ്ത്തിക്കിട്ടുന്നവർ. നിങ്ങളുടെ നേട്ടങ്ങളെ അഭിനന്ദിക്കുന്നതിന് പകരം അതിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ ഇവർ ശ്രമിക്കും. ഇതൊക്കെ എന്ത് കാര്യം, അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് കിട്ടിയതാകും എന്ന രീതിയിലുള്ള സംസാരം ഇവരുടെ പ്രത്യേകതയാണ്. തേർഡ് പോയിൻ്റ്, പ്ലേയിങ് ദ വിക്ടിം കാർഡ്, ഇരവാദം. തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ മോശം കാര്യങ്ങൾക്കും ഉത്തരവാദി മറ്റുള്ളവരാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനോ തിരുത്താനോ ഇവർ തയ്യാറാകില്ല. എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സഹതാപം പിടിച്ചു പറ്റാൻ ഇവർ ശ്രമിക്കും. ഫോർത്ത് പോയിൻ്റ്, ഗോസിപ്പേഴ്സ്, പരദൂഷണം പറയുന്നവർ. മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചോ പരാജയങ്ങളെക്കുറിച്ചോ സംസാരിക്കുന്നതിലാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. ഒരാളെക്കുറിച്ച് നിങ്ങളോട് മോശം പറയുന്നവർ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് മോശം പറയാൻ സാധ്യതയുണ്ടെന്ന് ഓർക്കുക. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ, അസൂയയുള്ളവർ. മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുന്നതിന് പകരം അസൂയപ്പെടുകയും ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായി ദേഷ്യപ്പെടുകയും ചെയ്യുന്നത് നെഗറ്റീവ് വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർക്കുക, ചിലപ്പോഴൊക്കെ പലരും മൂടോഫാവുകയും വിഷമമൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യുമല്ലേ. എന്നാൽ ഇത് ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എങ്കിൽ, ഒരാളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ ആ ഒരു വ്യക്തി നെഗറ്റീവ് പേഴ്സണായി തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇത്തരത്തിൽ നെഗറ്റീവ് ചിന്തയുള്ള വ്യക്തികളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതുകൂടി പറഞ്ഞു തരാം. അതിർവരമ്പുകൾ നിശ്ചയിക്കുക. സെറ്റ് ബൗണ്ടറീസ്. നിങ്ങളെ തളർത്തുന്ന രീതിയിൽ സംസാരിക്കാനോ പെരുമാറാനോ മറ്റുള്ളവരെ അനുവദിക്കരുത്. ഏതു കാര്യത്തിലാണ് നിങ്ങൾ ബുദ്ധിമുട്ട് തോന്നുന്നത് അത് വ്യക്തമായി ആ വ്യക്തിയോട് പറയുക. രണ്ടാമതായിട്ട്, പ്രതികരണം കുറയ്ക്കുക. അതായത് എല്ലാ കാര്യങ്ങൾക്കും മറുപടി കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ മൗനം പാലിക്കുന്നത് നിങ്ങളുടെ സമാധാനം നിലനിർത്താൻ സഹായിക്കും. മൂന്നാമതായിട്ട്, സ്വയം മുൻഗണന നൽകുക. സെൽഫ് കെയർ. നിങ്ങളുടെ മാനസികാരോഗ്യം മറ്റെന്തിനേക്കാളും പ്രധാനമാണ്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. നാലാമതായിട്ട്, അകലം പാലിക്കുക. സാധിക്കുമെങ്കിൽ അത്തരം വ്യക്തികളിൽ നിന്നും താൽക്കാലികമായോ സ്ഥിരമായോ അകന്നു നിൽക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. താങ്ക്